കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. നമസ്കാരം. കാഫിർ പരാമർശത്തിൽ വടകരയിൽ നടന്നത് തെറ്റായ UDF സംസ്കാരം എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഒറ്റപ്പെട്ട പ്രശ്നം പോലെ സമീപിക്കേണ്ട ഒരു പ്രശ്നമല്ല അത്. ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ വിശകലനം ചെയ്താലേ യാഥാർത്ഥ്യം വ്യക്തമാകൂ. എന്നാൽ കാഫിർ പ്രശ്നത്തെ ഒറ്റപ്പെട്ട സംഭവമായി ചുരുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ അജണ്ട എന്താണ്? ശൈലജ ടീച്ചർക്കെതിരെ ടീച്ചറമ്മ എന്ന പേരിൽ പരിഹസിച്ചുള്ള പ്രചരണം നടത്തിയവരുടെ ലക്ഷ്യമെന്താണ്? വ്യക്തിപരമായ അശ്ലീല അധിക്ഷേപമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ഒന്നിനു പിന്നാലെ ഒന്നായി കുപ്രചാരണങ്ങളുടെ ഘോഷയാത്ര. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് വരെ പ്രചരിപ്പിച്ചു. ലവ് ജിഹാദ് നിലനിൽക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു. തെറ്റായ വാർത്തയുടെ പ്രചാരണം AI സംവിധാനത്തിൻ്റെ വരവോടെ കൂടുതൽ സജീവമായി. എന്നാൽ CPMൻ്റെ രാഷ്ട്രീയം വിലയിരുത്തേണ്ടത് സമൂഹ മാധ്യമങ്ങളിലെ ഈ ചർച്ചകളിലൂടെയാണോ? തുടക്കം എവിടെ നിന്ന് എന്നന്വേഷിക്കാതെ കാഫിർ വിഷയത്തെ CPIMൻ്റെ തലയിൽ അടച്ചിരുത്തുന്നത് ആരുടെ ഗൂഢതന്ത്രം? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIMനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് LG ലിജീഷ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ കൂടി ഈ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് ലിജീഷ്, എന്താണ് സംഭവിച്ചത് എന്നത് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന്, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സൗകര്യം പോലെ തുടങ്ങി CPMനെ ആക്രമിക്കാനുള്ള ഒരു ആംഗിൾ ഉണ്ടാക്കി വെക്കുക എന്നതല്ല വേണ്ടത്. ഇതിൻ്റെ തുടക്കം, ഇത്തരം പ്രചരണങ്ങളുടെ തുടക്കം, ഈ തന്ത്രം പ്രചരണത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രയോഗിച്ചത് ഒക്കെ UDF ആണ്, UDF സംസ്കാരത്തിൻ്റെ ഭാഗം എന്നാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. എന്താണ് അത്തരത്തിൽ ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് കാരണം? ഇതിനകത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ വളരെ തെറ്റായ ചില പ്രവണതകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ LDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ ഈ മണ്ഡലത്തിനകത്ത് LDFന് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ UDF സമീപിച്ചത്. തീർത്തും വർഗീയപരമായ ഭിന്നിപ്പുണ്ടാക്കാനും അതുപോലെ വ്യക്തിഹത്യ നടത്തി അശ്ലീലമായ പരാമർശങ്ങൾ നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റുക എന്നുള്ളതായിരുന്നു. നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ അവർ ഇതിനാണ് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചു. നമ്മുടെ മുഖ്യധാരാ മാധ്യമമായ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഒരു ഇൻ്റർവ്യൂയുടെ ഭാഗമായി സംസാരിച്ചത് കട്ട് ചെയ്തെടുത്ത് വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി. അവസാനം ഡോക്ടർ അരുൺകുമാർ തന്നെ വന്നു പറഞ്ഞു, ഇത് തെറ്റായൊരു പ്രവണതയാണ്, ശൈലജ ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത്
യഥാർത്ഥ വീഡിയോ ഇതാണ് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തു. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പേഡ് ഉപയോഗിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്തതാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം. വ്യാജ ലെറ്റർ പേഡ് ഉപയോഗിച്ചു LDF സ്ഥാനാർത്ഥിക്കെതിരായ പ്രചരണം നടത്തി. ലവ് ജിഹാദ് കേരളത്തിനകത്ത് RSS പ്രചരിപ്പിക്കുന്നുള്ള മനസ്സ് തന്നെയാണ് ശൈലജ ടീച്ചർക്കുള്ളതെന്ന് വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്ന നിലയും കാര്യങ്ങളും വന്നു. അതുപോലെ തന്നെയാണ് പ്രവാചക നിന്ദ നടത്തി ശൈലജ ടീച്ചർ പ്രവാചക നിന്ദ നടത്തി ഏറ്റവും എല്ലാ അതിരും ലംഘിക്കുന്ന നിലയിൽ ഇടപെട്ടു എന്ന നിലയിലേക്കുള്ള പ്രചരണം നടത്തി. ഈ രൂപത്തിലുള്ള പ്രചരണം വളരെ ആസൂത്രിതമായി ഇവർ സംഘടിപ്പിച്ചതാണ്. നമുക്കറിയാം വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഒരു 30-35% വരുന്നത് മതന്യൂനപക്ഷങ്ങളാണ്. സ്വാഭാവികമായും അവർക്കിടയിലേക്ക് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ തുടക്കം മുതൽ ഇവർ കൊണ്ടുവന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് ലക്ഷ്യം വെച്ചാണ്. ഇതുമാത്രമല്ല, ഇവർ വ്യക്തിഹത്യയിലേക്ക് നീങ്ങി, അശ്ലീല പ്രചരണത്തിലേക്ക് നീങ്ങി. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത പ്രചരണമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത്. ഞാൻ ഈ മണ്ഡലത്തിൽ വരുന്ന ഒരാളാണ്. നമുക്കൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും കാണാത്ത നിലയിലേക്കുള്ള വ്യക്തിഹത്യ ഇവർ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ശൈലജ ടീച്ചറുടെ തയ്യൽ ടീച്ചറുടെ കഷ്ണം കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ കമന്റുകൾ വന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ടീച്ചർ പത്രസമ്മേളനം നടത്തിയതിൽ വിശദീകരിക്കേണ്ടി വന്നത്. അവസാനം ഷാഫി പറമ്പിൽ പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ. വീഡിയോ അല്ല പറഞ്ഞത്, തയ്യൽ ടീച്ചറുടെ കഷ്ണം കിട്ടുമോ എന്ന് പറഞ്ഞ് വ്യാപകമായി കമന്റ് ഇടുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവരികയാണ്. ഗ്രാനി സെക്സ് അതുമായി ബന്ധപ്പെട്ട പദപ്രയോഗം നടത്തി ചാനലുകൾ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതിന്റെ താഴെ വന്ന് ഇവർ കമന്റ് ഇട്ടു. ഇതിനെ ഒന്നും തള്ളിപ്പറയാൻ ഷാഫിയോ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ അവിടുത്തെ UDF നേതൃത്വമോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇത് ഈ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയായാണ് ഏറ്റവും അവസാനം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നത്. ഇത് യഥാർത്ഥത്തിൽ UDFന്റെ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ്. വ്യാപകമായി അവർ ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. വീടുകൾക്കകത്തേക്ക് പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ നടത്തി, ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, ആ രൂപത്തിലുള്ള ഇടപെടൽ ഇവർ നടത്തി. ഇതെല്ലാം നടത്തി അവസാനം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോ പുതിയ സംവിധാനങ്ങളുമായി ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഇതിനെയെല്ലാം ജനങ്ങൾ നിരാകരിക്കും. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഏറ്റവും ആദ്യം പരാതി കൊടുത്തത്. LDF ആണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ ഞങ്ങൾക്ക് പരാതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുക നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്, അത് UDFനല്ലേ. ഈ പറയുന്ന ഷാഫി പറമ്പിൽ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ആ സമയത്ത് ഉയർത്തിയതാണ്. ഷാഫി പറമ്പിൽ ഈ വിഷയം തള്ളിപ്പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം പിന്നീട് പറയുകയാണ് ഇത് തെറ്റായ പ്രവണതയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. ഈ രൂപത്തിലാണ് ഇവർ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഞങ്ങളാണ് ഇതിനുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തത്. അപ്പോഴും ലിജീഷ്, ഇക്കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഷെയർ ചെയ്യുക, ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു പ്രക്രിയ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതായി ആണ് പിന്നീട് വരുന്ന പ്രചരണം. അതിന് എങ്ങനെയാണ് CPM മറുപടി പറയുന്നത്? അല്ല, ഇതിനകത്ത് UDFും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ആയാലും മുസ്ലിം യൂത്ത് ലീഗ് ആയാലും നടത്തുന്നത് ഇത്തരത്തിലുള്ള പ്രചരണമാണ്, ഇത് തെറ്റായ പ്രചരണമാണ് എന്ന നിലയിലാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുക, അത് തെറ്റാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? ജനങ്ങൾ ഇത് ബോധ്യപ്പെടുത്തണ്ടേ? ഈ പറയുന്ന റിബേഷ് മാസ്റ്റർ ആയാലും നിങ്ങൾ ഈ പറയുന്ന CPMന്റെ നേതാക്കന്മാരായാലും എല്ലാം പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്, ഇവർ ഇത്തരത്തിൽ വർഗീയ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തിയിട്ടുള്ളത്. യെസ്, ലിജീഷ് ഞാൻ വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, CPIMന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലുമൊക്കെ പങ്കുവെക്കുന്ന ഏതെങ്കിലും സ്ക്രീൻഷോട്ടുകളോ അതൊക്കെ എടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള പ്രയോഗങ്ങളോ ഒക്കെ എടുത്ത് ചൂണ്ടിക്കാട്ടിയാണോ നിങ്ങൾക്ക് CPMന്റെ രാഷ്ട്രീയം ഇതാണെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പറയാൻ സാധിക്കുന്നത്? CPMനെ അത്രയ്ക്ക് ചെറുതായി നിങ്ങൾ കാണേണ്ടതുണ്ടോ, അതോ CPMനെ അത്രയ്ക്ക് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണോ KK ശൈലജ ടീച്ചറിന് വടകരയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നൊരു വിജയത്തെ അല്ലെങ്കിൽ ആ ഒരു ഇമേജിനെ തകർക്കുക എന്ന നിങ്ങളുടെ ആദ്യമേ ഉള്ളൊരു ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇന്നിപ്പോൾ
ഗോവിന്ദ മാഷ് ഉൾപ്പെടെ അത് കൃത്യമായി അതിൻ്റെ ഒരു ക്രോണോളജി പറയുന്നുണ്ടായിരുന്നു. എന്താണ് UDF ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ലല്ലോ. ഡോക്ടർ ലാൽ, ഗോവിന്ദൻ മാഷിന്റെ ക്രോണോളജിക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് എന്റെ സഹപാനലിസ്റ്റ് ലിജീഷിന്റെ ക്രോണോളജിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു പോകുന്നത് എന്താണ്? ഒന്നാമതായി അദ്ദേഹം പറയുന്നു, നോക്കൂ, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന അചഞ്ചലനായ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് കേരളത്തിലെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഇതാ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് കേട്ടോ, അതിൽ നമ്മൾ ശ്രദ്ധ പാലിക്കണം എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്നെങ്കിൽ നിങ്ങളുടെ പോലീസ് സംവിധാനം പരാജയമല്ലേ ലിജീഷേ? നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റിന് പോലും നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഒരു ജാഗ്രതാ മെസ്സേജാണ് ഇട്ടതെങ്കിൽ, അങ്ങ് പറഞ്ഞതിനെ കുറച്ചുകൂടി ഞാൻ പൊളൈറ്റായി പറയാം, ജാഗ്രതാ മെസ്സേജാണ് ഇട്ടതെങ്കിൽ അങ്ങനെ ഒരു ജാഗ്രതാ മെസ്സേജ് ഇടുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ പ്രതി ചേർക്കുന്ന പോലീസ് ആണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞില്ലത്രേ. എത്ര വീഡിയോകൾ വേണം? കൈരളിയുടെ അടക്കം ബൈറ്റുണ്ട്. ഒരു വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലെന്നല്ല, ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും വർഗീയ ചാപ്പ കുത്തിക്കൊണ്ട് ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നടക്കം എത്രയോ ബൈറ്റുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുകയാണ് ഇത് UDFന്റെ സ്ഥിരം പണിയാണത്രേ. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ആരാ ലിജീഷേ? പിന്നെ രണ്ടാമത് നിങ്ങൾ ഒരു പാട്ടിറക്കിയായിരുന്നല്ലോ, എന്താണ് ആ പാട്ട്? വസന്ത്, നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. വസന്ത്, ഇപ്പോൾ ഈ കാര്യത്തിൽ ആരാണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്? ഇത്തരത്തിലുള്ള ശൈലജ ടീച്ചർക്ക് എതിരായുള്ള ഇത്തരം പ്രയോഗങ്ങൾ ആരാണ് പ്രചരിപ്പിച്ചത്, ഷെയർ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യത്തിൽ താങ്കൾ ഈ DYFI നേതാക്കളെയൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടിനെ ആധികാരികമായി എടുക്കുമ്പോൾ അക്കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ കാണേണ്ട കാര്യമാണ്. അത് അവിടെ നമുക്ക് ആ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് മറുപടി പറയുക CPM എന്നുള്ളത് നമുക്ക് അപ്പോൾ അന്വേഷിക്കേണ്ടതും തന്നെയാണ്, അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ ചോദിച്ചത് അതല്ല. CPMനെ നിങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എതിർക്കുന്നത്, നിങ്ങളിപ്പോൾ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നത് CPM ഇത് വർഗീയമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിനൊരു കണക്കെടുത്ത് നോക്കിയാൽ ഗോവിന്ദ മാഷ് പറഞ്ഞ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചതിൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നല്ലേ കാണാൻ സാധിക്കുന്നത്. അല്ല ഡോക്ടർ ലാൽ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് ഇങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിട്ടതിന്റെ ഗുണം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് അവിടെ CPMന് തന്നെയാണ്. കാരണം എതിർപക്ഷത്തുള്ള സ്ഥാനാർത്ഥി ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹം മതേതര ചിന്താഗതിക്കൊപ്പം നീങ്ങുന്ന ആളല്ല എന്ന് മതേതരമായി ചിന്തിക്കുന്ന വടകരയിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ CPM നടത്തിയ ശ്രമമാണ്. നോക്കൂ, അതിന്റെ എത്രത്തോളം പരിഹാസ്യമായ ഒരു പ്രതിരോധമാണ് ഇപ്പോൾ വസന്ത് പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ ഇത് ഏറ്റവും കൂടുതൽ സാധ്യത ഇത്തരം ഒരു പ്രചരണം ഉണ്ടായാൽ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക ശൈലജ ടീച്ചർക്കാണ്, ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും ചിന്തിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് മാത്രമേ താങ്കൾ പറഞ്ഞ സാധ്യതയിലേക്ക് പോകുന്നുള്ളൂ. അവിടെയാണ് CPMന്റെ പൊളിറ്റിക്കൽ ക്രൂക്കഡ്നെസ് ഉള്ളത്. അതായത് ഞാൻ അതാണ് രണ്ടു തവണയും പറയാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഇടപെട്ടു. അതുകൊണ്ടാണ് ഈ പ്രചരണം അഴിച്ചുവിട്ടതിന്റെ തൊട്ടു പിറ്റേന്ന് മറ്റൊരു പാട്ടവിടെ വന്നു. ഏതാണ്? ഇബിലീസിന്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്, മാനവ സൗഹൃദം തകർക്കാൻ പണിത്തിരക്കാണ്. ആരാണ് ആ ഇബിലീസ്? ഏതാണ് ആ പണിപ്പുര? ആ പണിപ്പുര DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസാണെന്നേ. അങ്ങനെ അതിനൊരു നാഥനുണ്ട്. ആ ഇബിലീസിന്റെ പേര് സഹാബ് A റഹീം എന്നാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ അവിടെ ഇതിനെതിരെ ജാഥ നടത്തിയത്? ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഈ കാഫർ പരാമർശം അടങ്ങുന്ന സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അതേ ആൾ തന്നെയാണ് ഇതിനെതിരെ അവിടെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. അതായത് ഒരേ സമയത്ത് വസന്ത് നമുക്കറിയാം ഇതൊരു തെരഞ്ഞെടുപ്പാണ്. വസന്ത് ഒരു മിനിറ്റ് വസന്ത്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ലോകം മുഴുവൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ അത് ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ആ പ്രവർത്തകർ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലതരത്തിൽ AI സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കറിയാം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പലരും കളിയാക്കി പറയുന്നില്ല. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല, വസന്തു അത് അംഗീകരിക്കുന്ന കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങറ്റം വരെ ഉള്ള
ഓരോ താത്വികമായ കാര്യങ്ങളും ലോജിക്കലായും ഒക്കെ ചിന്തിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോഴപ്പോഴായിട്ട് അതിന് റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ, ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ആർക്കാണ് ഗുണകരമായി ഭവിക്കുക, ദോഷകരമായി ഭവിക്കുക, അത്രമാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ചെയ്യുന്നവർ ആരായാലും ഇവിടെയും അത് തന്നെയാണ്. അതായത് ലാസ്റ്റിൽ ഇതെല്ലാം കൂടി ചിന്തിച്ച് ആളുകൾ സ്ക്രീൻഷോട്ടിൻ്റെയൊക്കെ ഉടമയൊക്കെ കണ്ടുപിടിച്ച് ഇത് അവരെന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നോക്കി വസന്ത് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. വസന്തിനും അത് അറിയാവുന്നതല്ലേ? ഡോക്ടർ ലാൽ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് അങ്ങ് ലഘൂകരിക്കുകയാണല്ലോ. ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഇതിന് പിന്നിലെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പണി ചെയ്യുന്നത് എങ്ങനെ ആരോപിക്കും? ഇല്ല, എനിക്കറിയില്ല. ഞാനിപ്പോ ഈ താങ്കൾ അത് എങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയില്ല. ഡിവൈഎഫ്ഐയുടെ ഈ ബ്ലോക്ക് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് താങ്കൾ പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ നേരത്തെ ലിജീഷു അത് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഇത് ചെയ്യരുത്, ഇത് തെറ്റായ ഒരു കാര്യമാണ്, ഇത് മോശപ്പെട്ട കാര്യമാണെന്ന് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഇപ്പൊ ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. അല്ലാതെ അവരാരെങ്കിലും ഇത് ചെയ്തു എന്നുള്ളതല്ലോ. അങ്ങനെയുള്ള ഒരാളെ എന്തിന് കേരളത്തിലെ പോലീസ് പ്രതികരണം? ഞാനും ഈ ചർച്ചയിൽ ഇരിക്കുന്ന 3 പേരും പ്രാക്ടീസിംഗ് ലോയേഴ്സാണ്. അങ്ങ് വളരെ കൃത്യമായി ഡോക്ടറേറ്റ് ഉള്ള അത്രമാത്രം വിദ്യാഭ്യാസമുള്ള ഒരാള്. കേരളത്തിലെ പോലീസ് ഒരാളെ ഇങ്ങനെ ഒരു ജാഗ്രതാ മെസ്സേജ് ഇട്ടാൽ, ഒരു വാർണിംഗ് മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങ് ഒരു വക്കീലായതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരാൾ ഒരു പ്രചരണത്തിന് കാരണക്കാരനായാൽ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണെങ്കിൽ പോലും അത്തരത്തിലൊരു ഷെയറിംഗ് നടത്തിയാൽ അതൊരു കേസാകും. അത് എന്താണ് അതിൻ്റെ ഉദ്ദേശലക്ഷ്യം, എന്നൊക്കെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. ഒരിക്കലുമില്ല. അല്ല, ലിജീഷ് പറയുന്നത് അതിൽ വാർണിംഗ് മെസ്സേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വാർണിംഗ് മെസ്സേജ് ഉണ്ടെങ്കിൽ പ്രതികർക്കപ്പെടില്ല. 1, 2 അല്ല, അത് തെളിയിക്കേണ്ട കാര്യമാണ്. അതിന് തെളിയിക്കേണ്ട കാര്യമാണ്, കോടതിയിൽ വാദിക്കേണ്ട കാര്യമാണ്. വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് CPM-ന്റെ ജനറൽ സെക്രട്ടറി ഗോവിന്ദ മാഷല്ലേ, അവിടെ ശൈലജ ടീച്ചറിന്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തിയാ വീഡിയോ? അതിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി പോട്ടെ, ബ്ലോക്ക് പ്രസിഡന്റ് പോട്ടെ, CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനെ ഒരു വീഡിയോ? ലിജീഷ് വസന്ത് പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്താണ് മറുപടി ലിജീഷ്? അല്ല, ഇതിനകത്ത് റിബേഷ് മാഷ് ഇതിനകത്ത് റെഡ് എൻകൗണ്ടറിൽ പോസ്റ്റ് ചെയ്തത് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തോൽക്കുമെന്ന് തോന്നിയപ്പോൾ എന്തൊരു വർഗീയ പ്രചരണമാണ് ലീഗ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അത് വാർണിംഗ് മെസ്സേജാണ്, അതാണ് പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അതായത് മറ്റുള്ള സ്ഥലത്ത് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് മാസ്റ്റർ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് വാട്സപ്പിനകത്ത്. അത് മാത്രമല്ല, ഇപ്പോ അഡ്വക്കേറ്റ് വസന്ത് സിറിയൊക്കെ പറയുന്ന പോലെ റിബേഷ് മാഷ് ഒന്നും പ്രതിയല്ല. നിങ്ങൾ അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? റിബേഷ് മാഷെല്ലാം ഞങ്ങൾ കൊടുത്ത പരാതിക്കകത്തെ സാക്ഷികളാണ്. അതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തു മറ്റുള്ള വിഷയങ്ങളെല്ലാം അടങ്ങുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ സിറിയക്ക്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ പോലീസ് നടത്തിയ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ റിബേഷ് മാഷ് പറഞ്ഞു, എന്റെ ഫോൺ നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ, ശാസ്ത്രീയമായ പരിശോധന നടത്തൂ, അതുമായി ബന്ധപ്പെട്ട് ഇത് എവിടെ നിന്നൊക്കെയാണ് വന്നത് നിങ്ങൾ പരിശോധിക്കൂ, അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് റിബേഷ് മാസ്റ്ററുടെ ഫോണ് പോലീസിന് കൈമാറിയതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടൂടെ, ഇത് എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, നിങ്ങളിതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് റിബേഷ് മാസ്റ്റർക്ക് പോയിക്കൂടെ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. റിബേഷ് മാസ്റ്റർ അയാളുടെ ഫോൺ കൊടുത്തു പോലീസിന്, നിങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തുമെന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് പ്രതികളെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു. പോലീസ് പ്രതികളെ കണ്ടെത്തട്ടേന്ന്. എന്തിനാണ് വസന്ത് സിറിയക്കിന് ഈ ധൃതി? പോലീസ് പ്രതികളെ കണ്ടെത്തട്ടെ, പരിശോധന നടത്തി കണ്ടെത്തട്ടെ. അല്ല, അടുത്തൊരു വസന്ത് നമുക്ക് അങ്ങനെ ഒരാൾ നിർബന്ധിക്കാൻ സാധിക്കോ? നമുക്ക് നിർബന്ധിക്കാൻ സാധിക്കോ? അക്കാര്യത്തിൽ അതൊരു കേസാണ്. വസന്ത് സിറിയക്കിന്റെ അതൊരു കേസാണ്. ഇപ്പൊ കോൺഗ്രസും CPM-ഉം രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു കേസാണ്. ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടൊരു കേസാണ്. ആ കേസിൽ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അത് അവർ തന്ത്രപരമായി തന്നെ അത് കോടതിയിൽ പറയാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതല്ല, അതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണം, നിങ്ങൾ അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ? നമുക്കത് കാത്തിരിക്കാം. വസന്ത്, ഞാൻ വരാം. അടുത്ത ഞാൻ ലാൽകുമാറിലേക്കൂടെ ഒന്ന് പോട്ടെ. ലാൽകുമാർ, ഇതിപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയല്ല. അവർക്ക് വർഗീയമായ അജണ്ടകൾ ഇല്ല എന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രത്യയശാസ്ത്രവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിന് ഇത്തരം
ഘട്ടങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രതിരോധത്തിൽ ആകുകയോ മറുപടി പറയുകയോ ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടം എത്തുമ്പോൾ അത് തെളിയിക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായി CPM-ൻ്റെ തലയിൽ നിൽക്കുകയും അതേസമയം ഇപ്പുറത്ത് കോൺഗ്രസ്സിന് ഇതിൻ്റെയൊക്കെ ചരിത്രമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പയറ്റിയുള്ള ചരിത്രമുണ്ടെങ്കിൽ പോലും അതൊക്കെ അവിടെ മാറ്റിവെച്ചുകൊണ്ട് അവർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് കേരളത്തിൽ എന്ന് പറയുന്നത് പോലെയുണ്ട്. ഇപ്പോൾ ഈ വടകരയിലെ പ്രശ്നം കോൺഗ്രസ് CPM-നോട് ഇങ്ങനെ നിങ്ങളിതാ വർഗീയമായി ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാഫിർ പ്രയോഗമൊക്കെ നടത്തിയൊരു പാർട്ടി അല്ലേ എന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ലാൽകുമാർ അതിനെ കാണുന്നത്? അല്ല, ഇതിനകത്ത് അടിസ്ഥാനപരമായി സംഭവിക്കുന്നൊരു വിഷയം ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാർ കുറേ ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി വിടുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ആരുണ്ടാക്കി, എങ്ങോട്ടേക്ക് പോയി? ഇത് ശരിക്കും പറഞ്ഞാൽ ബസന്തിന് അറിയാവുന്ന കാര്യമാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷനകത്ത് പോലും ഒരു പരിധിവരെ ഈ സൈബർ സോഴ്സ് ക്ലിയറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ പാടായിരിക്കും. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ എവിടെയാണ് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിടുന്ന അതിനകത്തൊരു ഡിഫിക്കൽറ്റി ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ അതിനകത്തൊരു മറച്ചു വെച്ച് പറയാനായിട്ടുള്ളതല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊളിറ്റിക്കൽ പോയിൻ്റ് എന്ന് വെച്ചാൽ ആൾക്കാർ അറിയാൻ വയ്യാത്ത തലയില്ലാത്ത ആൾക്കാർ വന്നിരുന്ന് എന്തു വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു വലിയ രാഷ്ട്രീയ ഇടപെടൽ നടത്തത്തക്ക രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കി വിട്ടത് സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ ഈ പറയുന്ന സൈബർ ഹാൻഡിലുകളാണ് ഇത് പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വിഷയം കൊണ്ട്, ഇപ്പം കാഫിർ വിഷയം അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏത് പാർട്ടിക്കാണ് പ്രയോജനം ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് സംഘപരിവാറിനാണെന്ന് ഞാൻ പറയും. കാര്യം സംഘപരിവാർ രാഷ്ട്രീയത്തിനാണ് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത്. കാര്യം മുസ്ലിം ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി അവിടെ മാറുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാര്യം മുസ്ലിം എന്ന നാമം അല്ലെങ്കിൽ മുസ്ലിം എന്ന പേര് അപ്പുറത്ത് വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘരാഷ്ട്രീയത്തിന് അവിടെ ഒരു കളമൊരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് ഇൻറ്റൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. മലീഷ്യസ് ഇൻറ്റൻഷനാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ X ഉണ്ടാക്കിയാലും Y ഉണ്ടാക്കിയാലും Z ഉണ്ടാക്കിയാലും അതിനകത്തുള്ളത് മലീഷ്യസ് ഇൻറ്റൻ്റാണ്. ആ ഇൻറ്റൻഷന് എനിക്ക് തോന്നുന്നില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കുമ്പോൾ ഇപ്പോൾ KK ശൈലജ ടീച്ചർ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തി എന്ന് പറയുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക? അതുപോലെ ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അവിടെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് തന്നെയില്ലേ? അതിനകത്ത് ലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറിയും ലോങ് ടേം ബെനിഫിഷ്യറി എന്ന് പറയുന്ന രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ലോങ് ടേം ബെനിഫിഷ്യറിയെ കുറിച്ചാണ്. ലോങ് ടേം ബെനിഫിഷ്യറി ഉറപ്പായിട്ടും സംഘപരിവാറാണ്. അതിൻ്റെ സാമൂഹിക ക്രമത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി അതിനകത്ത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിലേക്ക് ഞാൻ വരാം, ഞാൻ ഇടപെടാതിരുന്നാൽ ഞാൻ വരാം. അപ്പോൾ ഇവിടെ നോക്കൂ, സംഭവിച്ചിരിക്കുന്നൊരു കാര്യം, ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി, അത് രാജ്യം മൊത്തത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു പൊളിറ്റിക്കൽ ഫിഗറായി സഖാവ് ശൈലജ ടീച്ചർ ഉയർന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ പൊളിറ്റിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഹാൻഡിൽ എന്നുള്ളതിനേക്കാട്ടിലും ഉപരി ലീഗിൻ്റെ ആൾക്കാർ ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് വളരെ മോശമായ ദുഷ്പ്രചരണങ്ങൾ ശൈലജ ടീച്ചറിൻ്റെ അടക്കം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരിക്കൽ ഞാൻ ഒരു ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുത്തു. അത് മാലാഖ എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കി ശൈലജ ടീച്ചറിൻ്റെ പടം തലയ്ക്ക് വെച്ച് ഒരു നക്ഷത്രം കൈ പിടിച്ച് ഒരു മോശം ഡ്രസ്സോടുകൂടി നിൽക്കുന്ന ഒരു ലേഡി ഫിഗറായി, എന്നുവെച്ചാൽ മാലാഖയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനൊരു ഫിഗർ ഉണ്ടാക്കി ഇവിടെ പ്രചരണം നടന്നിട്ടുണ്ട്. അത് ഈ കാലത്തല്ല, കോവിഡ് കാലത്താണ്. ആ കോവിഡ് കാലം, അതാ പറഞ്ഞ ശൈലജ ടീച്ചറെ നിങ്ങൾ വടകരയിൽ മാത്രമായിട്ട് കൊണ്ടുവച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഉറപ്പിച്ചു പറയും. കാര്യം ശൈലജ ടീച്ചറിനെതിരെയുള്ള പ്രവർത്തനം അതിരൂക്ഷമായ ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് ബദലായിട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു.
ഏതെല്ലാം മോശപ്പെട്ട വർത്തമാനം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കോൺഗ്രസ് അതിൽ നിന്ന് പിന്നീട് ഒഴിയേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു പ്രലൂഡ് ഈ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊന്ന്. അപ്പം ശൈലജ ടീച്ചറിനെതിരെ ഒരു ആക്രമണം ഇങ്ങനൊരു കാര്യം വരുമ്പം ആരഴിച്ചു വിട്ടാലും എക്സ് വൈ ഓർ ഇസഡ് ആരഴിച്ചു വിട്ടാലും അത് ശൈലജ ടീച്ചർ അത് കാണുമ്പം, അല്ലെങ്കിൽ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരത് കാണുമ്പം അവർക്ക് തോന്നുക ഈ പറയുന്ന അവരെ ടാർണിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായി മുന്നോട്ട് വരുന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അതിനുള്ള പ്രതികരണം ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതിപ്പോൾ ഇവരാരും അറിഞ്ഞുകൊണ്ടാകണമെന്നൊന്നും നിർബന്ധവുമില്ല. അതാ ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഒന്നത്. ആ ആസ്പെക്ട് കഴിഞ്ഞ് മറ്റൊരു ആസ്പെക്റ്റിലേക്ക് വരാം. നോക്കൂ, ഷാഫി പറമ്പിൽ പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് ബസന്ത് പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു, ഞാനിത് ഈ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പലപ്പോഴും പറഞ്ഞാണ്, ഷാഫി ഇമ്മീഡിയറ്റ്ലി പ്രതികരിച്ചില്ല. ബസന്ത് പോയി ഡേറ്റ് എടുത്ത് നോക്കിയോ, ഷാഫി ഒരു 4 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഷാഫി അത് പ്രതികരിക്കുന്നത്. മിനിമം 4 ദിവസം. ഒരു പൊതുപ്രവർത്തകന് ഇപ്പോൾ പറഞ്ഞാലേ അദ്ദേഹം അത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല, ഷാഫി അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം പൊളിറ്റിക്കൽ അക്യൂസേഷൻ തന്നെയാണ് അപ്പുറത്തുനിന്ന് വരുന്നത്. ശൈലജ ടീച്ചറിന്റെ അക്യൂസേഷൻ പൊളിറ്റിക്കൽ അക്യൂസേഷനാണ്. അപ്പോൾ അതിന് മറുപടി എന്താകണം? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനല്ല, അന്വേഷണം നടക്കട്ടെ, പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാം, ടീച്ചർ ഇങ്ങനൊരു ആരോപണം എന്നിലേക്ക് ഉയർത്തുന്നത് ശരിയല്ല എന്ന് ഷാഫിക്ക് ഉറപ്പായിട്ടും പറയാം. ഞാനാണെങ്കിൽ അന്നത്തെ സെക്കൻഡിൽ, അപ്പുറത്തെ സെക്കൻഡിൽ മറുപടി പറയും. ഷാഫി 4-5 ദിവസം എടുത്താണ് ബസന്തെ മറുപടി പറയുന്നത്. ഞാൻ അതിന് എത്ര മണിക്കൂർ വേണം തർക്കിക്കാനും തയ്യാറായി അതിനകത്ത്. അത് സത്യത്തിൽ അന്ന് സംഭവിച്ചത് ഷാഫി ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുത്തിട്ടേ ഇല്ല ആ വിഷയത്തിൽ. അതൊരു പ്രശ്നമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു നല്ല ഫിഗറുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിക്കെതിരെ ഒരു പ്രചരണം നടത്തുന്നു. ദുഷ്പ്രചരണം പലതും നടന്നിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഒരു പ്രചരണം വരുമ്പം ഇപ്പം ടീച്ചർ അറിയാതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിരിക്കട്ടെ, ഷാഫിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ടീച്ചർ ഷാഫിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഷാഫി ചെയ്തു എന്നല്ല, ഷാഫിയുടെ ക്യാമ്പിൽ നിൽക്കുന്ന ഒരാൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു അലിഗേഷൻ ടീച്ചർ വെക്കുമ്പം അതിനുള്ള റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ 4 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒക്കുക. അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല, ബസന്തിന് വേണേൽ ഡേറ്റ് എടുത്ത് പരിശോധിക്കാം. ബാക്കിയോ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതിനകത്തില്ല. KK രമയ ആദ്യം പറഞ്ഞ ആളാണ്, ഞാനതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവരല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ദുഷ്പ്രചരണമാണ് എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത പോയിന്റ്. 3, ഷാഫി എങ്ങനെ അവിടുത്തെ കാൻഡിഡേറ്റ് ആയി എന്നുള്ളതാണ്. വർഗീയതയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഷാഫി എങ്ങനെ അവിടുത്തെ കാൻഡിഡേറ്റ് ആയി? ഷാഫി യഥാർത്ഥത്തിൽ കെ മുരളീധരൻ ജയിച്ചു നിന്ന സ്ഥലത്ത് അവിടേക്കാണ് യഥാർത്ഥത്തിൽ ഷാഫി പോകുന്നത്. അന്ന് ഈ പറയുന്ന പാളയങ്ങളിൽ രാഷ്ട്രീയ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന പൊതു ചർച്ച അത് ഷാഫി ലീഗിന്റെ 3ാമത്തെ സ്ഥാനാർത്ഥി എന്നാണ്. ലീഗിന് അന്ന് മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയുകയും അത് അവർക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു. കാര്യം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നില്ല എങ്കിൽ അവർക്ക് ആ സീറ്റ് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഒരു കോംപ്രമൈസ് അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് എന്ന് നിങ്ങളുടെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഈ സാധനം. ഇത് നമ്മുടെ വ്യക്തമായും ലീഗിന്റെ 3ാമത്തെ സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ, ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നത്. ലീഗാണ് അവിടെ, കോൺഗ്രസ് അല്ല അവിടെ ഏറ്റവും കൂടുതൽ ഷാഫിക്ക് വേണ്ടി പണിയെടുത്തത്, അത് ലീഗ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രിലൂഡിൽ നിന്ന് ഒരു കാര്യം വരുമ്പം യഥാർത്ഥത്തിൽ ഒരാൾ സംശയിച്ചു പോയാൽ ആ സംശയത്തിനെ ഞാൻ കുറ്റം പറയില്ല. ഇപ്പൊ പറഞ്ഞാലേ ഇത് ഇൻവെസ്റ്റിഗേഷനകത്ത്, ഞാൻ ഇതൂടെ പറയാം, ഇൻവെസ്റ്റിഗേഷനകത്ത് പോയി അകത്തോട്ട് വരുമ്പം അസ്യൂം ദാറ്റ് ദിസ് ഇസ് ടോട്ടലി ബീൻ ഡൺ ബൈ എ CPM പേഴ്സൺ. CPM കാരനാണ് ഇത് ചെയ്തെന്നിരിക്കട്ടെ, വൃത്തികേടാണ്. അതിന് അദ്ദേഹത്തെ ചാർജ് ചെയ്ത് ഏറ്റവും മോശമായ രീതിയിൽ തന്നെ അതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിയമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലോങ് ടേം ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്, ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പം ഒറ്റ സ്പോട്ടിൽ ഈ പറയുന്ന ഒരു വർഗീയതയും പറയാതെയാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വടകരയിൽ ഇവിടെ തിരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത്? 100% ഞാൻ പറയുന്നു അല്ല. കാര്യം അവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും, അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ഹിന്ദു പോളറൈസേഷൻ നടക്കുന്ന രീതിയിലുള്ളൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. എങ്ങനെ മുസ്ലിം പോളറൈസേഷൻ ആർക്ക് അനുകൂലമായിട്ടുണ്ടാവും? ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ടുണ്ടാവുമോ? മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാകുമ്പം ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ട് ഉണ്ടാകത്തില്ല. അവിടെ അങ്ങനെ ഒരു പോളറൈസേഷനുള്ള ഒരു സ്കോപ്പും അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാര്യം പറയുമ്പം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകണം. ഇപ്പോൾ പറഞ്ഞാലേ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് അത് ചെയ്തിട്ട് ആളെ പിടിക്കണം. അതിൻ്റെ ബസന്ത് ഇപ്പോൾ പറയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. കാര്യം പ്രതിപക്ഷ നേതാവിന് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല, അത് കണ്ടെത്താൻ പറ്റില്ല, കണ്ടെത്തട്ടെ. അതിന് ഞാൻ തരുന്ന മറുപടി, ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി, ഞാൻ പറഞ്ഞു X, Y or Z ആര് തന്നെ ആകട്ടെ,
അതിൽ പിടിക്കപ്പെടും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ AK സെന്ററിന് ബോംബെറിഞ്ഞ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യ കുറേ കാലങ്ങൾ ഇവരെ കിട്ടിയില്ല. പക്ഷെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ ആളെയും കിട്ടുമെന്നാണ്. നമ്മൾ ഈ ഒരു പോയിന്റിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് ആരാണ് ചെയ്തതെന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ ആളെ കിട്ടില്ല എന്ന് കരുതണ്ട, 100% കിട്ടും. പിന്നെ ഈ പറയുന്ന മോശമായ വീഡിയോ ഇറങ്ങി അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഇവിടെ വന്നു. വീഡിയോ ഇറങ്ങി എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദ മാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സാധനത്തെക്കുറിച്ച് ആ ഗോവിന്ദ മാസ്റ്റർ റെഫർ ചെയ്യുന്നെങ്കിൽ തെറ്റാണ്. അതിനിപ്പോൾ നമ്മൾ തെറ്റാന്ന് പറയാനായിട്ട് അതിപ്പോൾ ഗോവിന്ദ മാസ്റ്ററോട് ചോദിച്ചാലും ഗോവിന്ദ മാസ്റ്റർ ചിലപ്പോൾ തെറ്റാന്ന് പറയും. CPM-ന്റെ രാഷ്ട്രീയം മാറ്റുന്ന ഒരു സംഗതിയായിട്ടൊന്നും അത് മാറില്ലല്ലോ. അതാണ് ഇന്ന് ഗോവിന്ദ മാസ്റ്റർ പറയാൻ ശ്രമിച്ചതും. CPM-ന്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും കേൾക്കുന്ന ചില വാക്കുകൾ വെച്ചിട്ടാണോ വസന്ത് നമ്മൾ വിലയിരുത്തേണ്ടതെന്നാണ്. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താണ് ഈ വടകര വിഷയത്തിൽ, കാഫിർ വിഷയത്തിൽ പോലും എങ്ങനെയാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നിപ്പോൾ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയ 2-3 വിഷയങ്ങളുണ്ടല്ലോ. അവിടെ പോലും വരുന്ന ഓരോ പോയിന്റുകളും വർഗീയമായി കോൺഗ്രസ്സിന് ഗുണപരമല്ലാത്ത ചില ചിത്രങ്ങളാണ് നൽകുന്നത്. അല്ല, നോക്കൂ, ഇത്രമാത്രം ഉറപ്പുണ്ടെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് 1% വർഗീയ പരാമർശമോ വർഗീയമായ പ്രചരണമോ UDF നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണം. അല്ല, നമുക്ക് ടെക്നിക്കലായി സംസാരിക്കേണ്ട വസന്ത, ടെക്നിക്കലായി സംസാരിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതിന്റെ ഇമ്മീഡിയറ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന്റെയും ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ്? ഇമ്മീഡിയറ്റ് ഞാൻ പറയാം ഓരോ കാര്യം നോക്കൂ, നമുക്ക് തമ്മിൽ സംസാരിക്കാം, വസന്ത സംസാരിക്കാം. ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ്? ഈ ലവ് ജിഹാദിന്റെ വർത്തമാനം പറഞ്ഞപ്പോഴും അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ തെളിയിച്ചു വരുമ്പോഴേക്കും ശൈല ടീച്ചർ അല്ലാതെ പറഞ്ഞെന്നുള്ളത് വ്യക്തമാകും. പക്ഷേ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ്? ഇപ്പോൾ അവിടെ ഷാഫി പറമ്പിലാണ്, അല്ലെ UDF ആണ്. അതുപോലെ ഷാഫി എങ്ങനെയാണ് അവിടെ കാൻഡിഡേറ്റ് ആകുന്നത് എന്നതുപോലെ ഇവിടെ ചർച്ച ചെയ്തല്ലോ. ഉത്തരം എന്താണ്? ഡോക്ടർ ലാൽ, അങ്ങ് പറയുന്ന ഈ പ്രചരണങ്ങളൊക്കെ വായുവിലാണ്. അതിന് തെളിവുണ്ടോ? അതിൽ പരാതി കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് കാഫിർ പരാമർശമാണ്. ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരാളെ പ്രതി ചേർത്തിരിക്കുന്നു. ഇയാളുടെ ഫോണിൽ നിന്നാണ് ഏറ്റവും ആദ്യം ഇത് വന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ ലിജീഷ് അടക്കമുള്ളവർ പറഞ്ഞത് അതാണ്. അത് പോലീസിന്റെ അന്വേഷണവും നടത്തി കാര്യങ്ങൾ കണ്ടെത്തി ആ കാര്യങ്ങൾ വിചാരണ നടക്കട്ടെ. നമ്മൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ CPM-ന്റെ രാഷ്ട്രീയവും UDF-ന്റെ രാഷ്ട്രീയവും അല്ല, അത് വസന്ത് മനസ്സിലാക്കിയതിലെ പിഴവാണ്. നമ്മുടെ ചർച്ച ഈ വിഷയം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും CPM-ന്റെയും ഒക്കെ രാഷ്ട്രീയമായ അവരെക്കുറിച്ചുള്ള ചിത്രം എങ്ങനെയാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്നതാണ്. അവരുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ചിത്രം മാറുന്നുണ്ടോ എന്നതാണ്. ഒരിക്കലുമല്ല ഡോക്ടർ ലാൽ, ഈ ചർച്ചയുടെ ആ കാർഡിൽ തന്നെയാണ് തുടക്കം മറക്കരുത് എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന റിവേഷ് രാമകൃഷ്ണൻ ഇപ്പൊ എന്തോ മാഷാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല ഈ കാര്യത്തിലാണോ അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയാവുമല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം കേസിലെ പ്രതിയുമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല, അദ്ദേഹം സാക്ഷിയാണെന്നാണ് അഡ്വക്കേറ്റ് ലിജീഷ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചല്ലോ. ആയിക്കോട്ടെ, അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ലിജീഷേ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം പറയണ്ടേ? അല്ല, നമ്മുടെ വിഷയം അവിടെ നിൽക്കുന്നില്ല. ഞാൻ തുടക്കം മറക്കരുത് എന്ന് ഞാൻ ഈ ചർച്ചയ്ക്ക് ടൈറ്റിൽ ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയോ വസന്ത്? തുടക്കം മറക്കരുത് എന്ന് പറയുന്നത് വസന്ത് ഉദ്ദേശിക്കുന്ന ഒരു ഘട്ടം മുതലുള്ള തുടക്കമല്ല, അതിന് മുമ്പുണ്ട് തുടക്കം. അവിടെ UDF-ന്റെ അതെ കണ്ടുപിടിക്കണം. അതിന് AICC പ്രസിഡന്റാണ് പോലും ശിക്ഷിക്കപ്പെടണം. രാഷ്ട്രീയമായി വർഗീയതയുടെ തുടക്കം എവിടെ നിന്നാണ്? നോക്കൂ ഇന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാദമുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ വർഗീയത ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? കോലീബി സഖ്യം എന്നതാണ് ഈ പറഞ്ഞ ഇന്നത്തെ ആണോ? ഈ തെരഞ്ഞെടുപ്പിലെ കാര്യമാണോ? എന്തായിരുന്നു ഈ കോലീബി? അത് വർഗീയതയല്ലേ? വർഗീയതയല്ലേ? ഒരു പാവപ്പെട്ട അതിനു മുമ്പാണ് സാർ കോലീബി, അതിന് മുമ്പാണ് കോലീബി പറയുന്നത്. താങ്കൾ പറയുന്നത് മാഷാളിലേക്ക് മുമ്പാണ്. വർഗീയതയല്ലേ? അല്ലല്ല, ഇത് പറ. SFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് കൊന്നത്. അദ്ദേഹം പാർട്ടി വിട്ടു പോയി കാണും, മുന്നണി വിട്ടു പോയി കാണും. പക്ഷെ അദ്ദേഹത്തെ കൊന്നിട്ട് അതിന്റെ പിന്നിൽ മാഷാള്ള എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയത് ആർക്ക് വേണ്ടിയാണ്? സർ, ഈ കോലീബിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന്റെ കാര്യത്തിൽ അതുപോലെ എത്ര കാര്യങ്ങൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ.
അല്ല, അതിനൊന്നും ലിജീഷിന് ഉത്തരവില്ലല്ലോ. ഇപ്പൊ ലിജീഷ്, അങ്ങ്, ലാൽകുമാർ, നിങ്ങളെല്ലാം പറയുന്നതിന്റെ അകത്ത് കുറെ എന്തൊക്കെയോ വർഗീയ പ്രചരണങ്ങൾ UDF അയച്ചു വിട്ടു. ഒന്നിലും പോലീസ് അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. UDFന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് സെക്രട്ടറിയെ, പ്രസിഡന്റിനെ പോലും പ്രതി ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ഇനി നിങ്ങൾ പറയുന്ന പോലെ 164 കൊടുത്ത് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കേസിലും സാക്ഷിയാക്കപ്പെട്ടിട്ടില്ല. ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ നിലവിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ അതിൽ എന്റെ ഭാഷയിൽ പ്രതി ചേർത്തിരിക്കുന്നു. ലിജീഷ് പറയുന്ന ലിജീഷിന്റെ കോടതിയിൽ എന്താണ് നമ്മുടെ വിഷയം, ഒറ്റ മിനിറ്റ് വസന്ത്, ശരി വസന്ത്, നമ്മുടെ വിഷയം ഈ പറഞ്ഞ ഒരു കേസിന്റെ ഏതെങ്കിലും ഒരു നാൾ വഴിയിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ സംഭവത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ചർച്ച. ഞാൻ പറയുന്നത് വലിയ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ്. ലിജീഷ്, ഇതാണ് പ്രശ്നം. ഇപ്പോ ഈ കോൺഗ്രസോ UDF ഒക്കെ ഈ കാര്യത്തിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അവർക്ക് അതിനുള്ള ലൈസൻസ് ഉള്ളതുപോലെയാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ അത്തരത്തിലൊരു കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ലോകത്തോട് നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും, അങ്ങ് അറ്റം വരെ. ഇതാണ് നിങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നം. അതുപോലെ അല്ല അവർക്ക്. അല്ല, ഇതിനകത്ത് ഡോക്ടർ ലാല് ഇപ്പോ കോൺഗ്രസും UDFും എല്ലാം ഒരു പ്രതിയെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഇത് പ്രചരണം നടത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, റിബേഷ് മാഷ് പ്രതിയാണ്, റിബേഷ് മാഷ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയല്ലേ? റിബേഷ് മാഷ് ഈ കേസിന്റെ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി എവിടെ നിന്നാണ് വന്നത് പരിശോധിക്കാനാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ടത്. ഇനി ശാസ്ത്രീയ പരിശോധന വരട്ടെ. നിങ്ങൾ ഇതിന് പരിധി നിശ്ചയിക്കല്ലേ അന്വേഷണത്തിന്? ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നത് പോലീസാണല്ലോ. ആ പോലീസ് കണ്ടെത്തിക്കോളും ആരാണ്. അതിന് ധൃതിയൊന്നും പിടിക്കണ്ട. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ ആ രൂപത്തിലുള്ള അന്വേഷണം നടത്തും. അതിന് ശാസ്ത്രീയപരമായ പരിശോധനകൾ വേണ്ടിവരും. ഇനി നേരത്തെ വസന്ത് സിറിയൊക്കെ പറഞ്ഞത് ഇതിനകത്ത് ഒരാളെയും പ്രതിയൊന്നും ചേർത്തില്ല. വേറെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് നിലവിൽ വടകര ലോക്സഭാ മണ്ഡലത്തിനകത്ത് LDFും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൊടുത്ത പരാതിയിന്മേൽ 17 കേസോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 17 കേസോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നേതാവാണ് സൽമാൻ ബാലൂർ, നിങ്ങളുടെ നേതാവിന്റെ മക്കളാണ്. ഇവരുടെ എല്ലാം പേരിൽ നിരവധിയായ കേസുകൾ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അതിനെല്ലാം അന്വേഷണ റിപ്പോർട്ട് വരാൻ വേണ്ടി പോവുകയാണ്, അന്തിമ റിപ്പോർട്ട് വരാൻ വേണ്ടി പോവുകയാണ്. പ്രതിപ്പട്ടികയിലുള്ളവരാണ്, നിരവധിയായ പേരുകളുണ്ട്. ഞാൻ വേണ്ടി പേരെടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു നടപടി സ്വീകരിക്കില്ല, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം നിങ്ങൾക്കിതൊരു ശീലമാണ്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തെല്ലാം തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്താറുണ്ട്. നിങ്ങൾ നോക്ക്, പുതുപ്പള്ളിയുടെ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് അവിടെ ഇടപെട്ട ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ പറ്റി അശ്ലീലപരമായ ഇടപെടൽ നടത്തിയത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കിയ സംവിധാനത്തിൽ നിന്നല്ലേ? നിങ്ങളുടെ ഈ പറയുന്ന അബിൻ നെറുകര എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ അതിന്റെ പ്രതിസ്ഥാനത്ത് വന്നത്? നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തോ? അത് മാത്രമാണോ ഈ വടകരക്കടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ വടകര ലോക്സഭാ മണ്ഡലം നിലനിൽക്കുന്ന നാദാപുരത്ത് 2001 എന്തുമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? അവിടെ നബീസു എന്ന് പറയുന്ന ആളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയില്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത്? എന്നിട്ട് പാവം ഈന്തുള്ളതിൽ ബിനുവിനെ കൊല്ലുന്ന രൂപത്തിലേക്ക്, മതതീവ്രവാദികൾ കൊല്ലുന്ന രൂപത്തിലേക്ക് എത്തിച്ചില്ലേ? ആരാ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണം നടത്തിയത്? നിങ്ങൾക്കിത് ശീലമാണ്. ഇത് മാത്രമാണോ? തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ ജോസഫിന്റെ പേരിൽ ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ അവസാനഘട്ടം പ്രചരിപ്പിച്ചില്ലേ? നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ പ്രചരിപ്പിച്ചത്? എന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം നടത്താറുള്ളത് UDF മുസ്ലിം ലീഗുമാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി, അയാൾ നേരത്തെ നികേഷ് കുമാറിനെതിരെ മത്സരിച്ച സമയത്ത് എന്തെല്ലാം പ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പിനകത്ത് വർഗീയ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ജനങ്ങൾ വേർതിരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തലൊക്കെ UDFന്റെ ശീലമാണ്. നിങ്ങൾക്കിത് പ്രശ്നമല്ല. പക്ഷേ LDF ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പ് അതല്ലേ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ UDF സ്വീകരിച്ച നിലപാടാണ്. വസന്ത് ഒരൊറ്റ കാര്യമുണ്ട്. നമ്മൾ ഇത്തരം ചില വീഡിയോകളൊക്കെ കിട്ടുമ്പോ, ചില ക്ലിപ്പുകളൊക്കെ കിട്ടുമ്പോ ആരാണ് കിട്ടിയ ഷെയർ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചത് ആരാണ് വസന്ത്? ചില വീഡിയോകളും ചില ക്ലിപ്പുകളൊക്കെ കിട്ടുമ്പോ ആരാണ് ഷെയർ ചെയ്യാത്തതെന്ന് ചോദിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതൊക്കെ ആരാണെന്ന് ചോദിക്കില്ലേ ആളുകൾ? അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. നേതാക്കന്മാർക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കണ്ട. എന്റെ ലിജീഷെ ഉത്തരം പറയാന്നേ കേക്ക്. ലിജീഷ് ഇപ്പൊ പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുഴ ഒരുപാട് ഒഴുകിപ്പോയി.
ഇതുവരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ നിങ്ങൾ ഈ പറയുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും അത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? ഒന്നെങ്കിൽ നിങ്ങളുടെ പോലീസും അതിന്റെ മന്ത്രിയും പരാജയമാണ് സമ്മതിക്കുക. അല്ല, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പോലീസ് ഒരു വർഷക്കാലത്തോളമായ ഒരു വിഷയത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആ ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ അത് ആര് ചെയ്താലും തെറ്റാണ്. ഏത് നേതാവ് എത്ര വലിയ നേതാവാണെങ്കിലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ശിക്ഷാ നടപടി എടുക്കണം. ഇപ്പൊ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവ് ഇല്ല, നിങ്ങളുടെ നേതാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് ഷെയർ ചെയ്യാത്തത് ചോദിച്ചത്? ആരാണ് ചോദിച്ചത്? അല്ല, ഞാൻ ലിജീഷിനെ വെല്ലുവിളിക്കുന്നു. തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫിന്റെ വീഡിയോ പുറത്തുവിട്ട ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് പറ. നിങ്ങളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആ പാർട്ടി മണ്ഡല സെക്രട്ടറിയാണ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട നടപടിയെടുത്തോ? നടപടിയെടുത്തോ? ഒരു നടപടി എടുക്കില്ല. ഈ ഒറ്റ മിനിറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. വസന്ത്, ഈ തൃക്കാക്കര വിഷയത്തിൽ ഒരാൾക്കെതിരെയെങ്കിലും നടപടിയെടുത്തോ നിങ്ങൾ? വസന്ത്, തൃക്കാക്കര വിഷയത്തിൽ ആർക്കെങ്കിലും എതിരെ നിങ്ങൾ നടപടിയെടുത്തോ? ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് മാലയിട്ട് വസന്ത്, ഒരൊറ്റ മിനിറ്റ്. നമുക്ക് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ചില നടപടികൾ എടുക്കേണ്ട ഒരു പാർട്ടിയും കൂടിയാണല്ലോ കോൺഗ്രസ്. ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞതാണ് ഇത് ഷെയർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള രീതിയിൽ പ്രതികരിച്ചാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രവർത്തകരോ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ചില താഴെത്തട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ആയിരിക്കും അത് ചെയ്തത്. പക്ഷേ അവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്ത് കാണിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ ലാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് ഡിവൈഎഫ്ഐയുടെ എന്താണ് ബ്ലോക്ക് പ്രസിഡന്റ് കൈ കൊടുത്തു, ഇതാ ഇതൊന്ന് പ്രചരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ആർജവം ഉണ്ടെങ്കിൽ പറയേണ്ടത് നിങ്ങളുടെ റിബേഷ് മാസ്റ്റർ ഉണ്ടല്ലോ, ആ മാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അല്ല, അതൊക്കെ പറയിക്കണേ. അത് അദ്ദേഹത്തിന് അല്ലല്ലോ, അതേ സാക്ഷിയാണല്ലോ. അത് കണ്ടുപിടിക്കുമല്ലോ, പോലീസ് കണ്ടുപിടിക്കുമല്ലോ. നമുക്കിങ്ങനെ ചർച്ചയിൽ പറഞ്ഞു പോകാനല്ലേ പറ്റൂ. അല്ലല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. ശരി വസന്ത്, നിങ്ങൾ ഇതേ ചോദ്യം ഇതേ ആവേശത്തോടുകൂടി വസന്ത്, നിങ്ങൾ AK സെന്റർ ആക്രമിച്ച സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ആരെയാണ് പിടിച്ചത്? നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ആവേശത്തോടുകൂടി പറയുന്നതൊക്കെ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ കണ്ടെത്തി വരുമ്പോഴേക്കും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പ്രതികൾ. എവിടെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എവിടെയായി? റിബേഷിന്റെ ഫോൺ ഞങ്ങൾ കൈക്കലാക്കി ഞങ്ങൾ പോസ്റ്റ് ചെയ്താണോ? അല്ലെങ്കിൽ റിബേഷിനെ ഞങ്ങൾ അല്ല, അത് റിബേഷ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. റിബേഷ് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പോലീസ് കണ്ടുപിടിക്കുമല്ലോ. അല്ലാതെ പോലീസ് കണ്ടുപിടിക്കേണ്ട പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഡ്വക്കേറ്റ് ലാൽകുമാർ ശരി അഡ്വക്കേറ്റ് ലാൽകുമാർ, എനിക്കറിയേണ്ടത് ഇതാണ്. ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ചാനലുകളിലെ ചർച്ചയിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ തന്നെ ഉത്തരം കിട്ടണം എന്നൊരു വാശി പോലെയാണ് വസന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് ആണോ വേണ്ടത്? എന്നാൽ അതേസമയം കുറച്ചുകൂടി ആധികാരികമായി ജനങ്ങളുടെ മുമ്പാകെ തെളിവുകൾ പരിശോധിക്കേണ്ട സമ്പ്രദായത്തിലൂടെ ആ കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ കുറ്റവിമുക്തമാകേണ്ട ഒരു അവസ്ഥയിലാണ് CPM ഉള്ളത്. ഇതിപ്പോഴത്തെ കോൺഗ്രസിന് അത് ബാധകമല്ലാത്തതുപോലെയുമുണ്ട്. വസന്തും അത് അത്ര ഗൗരവത്തിൽ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലാൽകുമാർ, അത് നോക്കൂ, ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് മാറ്ററിൽ നമ്മൾ ഈ ഡിബേറ്റ് പ്രിമച്ചുർ ആണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്തുകൊണ്ട് പ്രിമച്ചുർ ആവുന്നു? ഇത് ഉണ്ടാക്കിയ ആളെക്കുറിച്ച് നമുക്കറിയില്ല, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല, എങ്ങനെ ഇത് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ഇതൊന്നും നമുക്കറിയില്ല. ബേസിക്കലി വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ കോൺസ്പിറേറ്റർ. ആ കോൺസ്പിറസി നടത്തിയ ആളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ക്രൈമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒഫൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് തന്നെയാണ് നമ്മൾ AKG സെൻറ്ററിൻ്റെ വിഷയത്തിലും സംഭവിച്ചത്. ഇത് തന്നെയാണ് നമുക്ക് സന്ദീപാനന്ദഗിരിയുടെ കാര്യത്തിലും നമ്മൾ സംഭവിച്ചത്. നോക്കൂ, അത് കിട്ടാത്തടത്തോളം കാലം
നിങ്ങൾക്ക് കിട്ടിയോ എന്ന് മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ചോദിച്ചതാണ്. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇത് ആരാ ഉണ്ടാക്കിയേ, നിങ്ങളല്ലേ മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? ഞാൻ പറയും പോലീസ് പറയട്ടെ. പോലീസിനോട് ഇപ്പം ഞാൻ ഓടിച്ചെന്നിട്ട് ഉടനെ മറുപടി പറയാൻ പറഞ്ഞാൽ അവരുടെ മറുപടി ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. കാര്യം അവരവരുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനകത്ത് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പം നോർമൽ കോഴ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിയെ കിട്ടും. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞത്. നേരത്തെ നമ്മൾ ഡിലേഡ് ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ആളെ കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ചർച്ചയ്ക്കകത്ത് നമുക്ക് പലപ്പോഴും സ്കോപ്പുള്ളൂ. അല്ലാതെ ഇപ്പോൾ CPM-ൻ്റെ പ്രതിനിധിയോ DYFI-യോ അല്ലെങ്കിൽ ഇപ്പം ഇടതുപക്ഷമായിട്ടിരിക്കുന്ന ഞാനോ എത്ര പറഞ്ഞാലും ഇത് ഏക്കത്തില്ലാത്തതിന് കാര്യം നമ്മുടെ ഇതില്ല. അപ്പുറത്തിരുന്ന ആരോപണങ്ങൾക്ക് എങ്ങനെ നമ്മൾ മറുപടി പറയും? പക്ഷെ അത്രയും പോകണ്ടെന്നാണ് വസന്തിനെ പോലുള്ളവർ പറയുന്നത്. വസന്ത് പറയുന്നത് സാക്ഷിയാണെങ്കിലും അവിടെ ചില കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് മതി. അല്ല, അങ്ങനല്ല. നോക്കൂ അങ്ങനെ എടുക്കണ്ട. വസന്ത് പറയുന്നത് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. കാര്യം വസന്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉറപ്പായിട്ടും നമുക്ക് എതിരെ സംസാരിക്കും. ഇപ്പുറത്തെ പ്രബലമായിരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ പറയാനാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അല്ല ചുമ്മാലല്ലോ ഇരുത്തിയിരിക്കുന്നത്. കൈരളി അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അദ്ദേഹം പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പുറത്തെ CPM-ൻ്റെ പ്രതിനിധിയോ ഞാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഡിബേറ്റിംഗ് പോയിന്റായിട്ട് പോലും വസന്തിൻ്റെ മുന്നിൽ വെച്ചതല്ല. ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതിനകത്തെ നിസ്സഹായത. ഇപ്പം നോക്കൂ, കേരളത്തിലെ ചർച്ച ബോംബ് എറിഞ്ഞ ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ചർച്ച നടന്നോ? സത്യത്തിൽ നടന്നു. ഒരെണ്ണം ശരത്തിയേട്ടൻ്റെ കൊടുത്ത് ഞാൻ കൈരളിയിലിരുന്നു. വേറെ ഒരെണ്ണം പോലും നടന്നിട്ടില്ല കേരളത്തിൽ. കാര്യം അപ്പം പിന്നെ അതൊരു വിഷയമല്ലാതായി മാറുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എപ്പോഴാണ് ഇതൊരു വിഷയമാകുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമാകാൻ സാധ്യതയുള്ളത് ഇത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ആളെ കിട്ടുമ്പോഴാണ്. അതിനു മുമ്പ് കിട്ടാത്തടത്തോളം കാലം ഇത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആരോപണം ഉന്നയിക്കാൻ ഒരു ആയുധമാണ്. ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ആര് തന്നെ ആകട്ടെ, അവർക്ക് സന്ദീപ് ആനന്ദഗിരിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ AK സെന്ററിന്റെ കാര്യത്തിലോ ഒരു ആരോപണം ഇപ്പൊ ഉന്നയിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവർക്ക് അവരുടെ മുന്നിലേക്ക് നമുക്ക് കാണിക്കാൻ വ്യക്തമായ ഒരു തെളിവോടുകൂടി അവിടെ കോൺഗ്രസ് മാത്രമാണ് അന്നത്തെ ബെനിഫിഷ്യറി ആയി. അവർ അത് നേടുകയും ചെയ്തു. പിന്നീട് ഇപ്പൊ വിഷയം മാറുകയും ചെയ്യുന്നു, പുതിയ വിഷയം. അതാണല്ലോ. നോക്കൂ, ഞാൻ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ പോയിന്റ്, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ആ നറേറ്റീവ് ഇങ്ങനെ മുന്നോട്ട് വീണ്ടും അത് കത്തിച്ച് നിർത്തുന്നത് കൊണ്ട് കത്തിച്ച് നിർത്തുന്ന ആർക്കാണ് ബെനിഫിറ്റ്? സംശയം എന്താണ്? സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ ഇങ്ങനൊരു വിഷയം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം അപ്പുറത്തെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണം ഡിബേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ സാധനം പറയുന്നത് കൊണ്ട് പറയുന്ന ആർക്കാണ് ബെനിഫിറ്റ്? അല്ല, ഈ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതേ സ്ഥാനത്ത് അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു 3 മാസം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഒരാളെ പിടികിട്ടി, അതൊരു കോൺഗ്രസ്സുകാരനാണെന്ന് നിൽക്കട്ടെ. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർ മിണ്ടത്തില്ല, CPM-കാരനാണെങ്കിൽ പിന്നെ CPM മിണ്ടത്തില്ല. ഇതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ CPM-ന് എത്ര പ്രോപ്പറായി ഈ വിഷയത്തിൽ മറുപടി ഇപ്പൊ പറയാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൽ പറയാൻ പറ്റില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനു മുമ്പ് നമ്മളിപ്പോഴും പറയുന്ന കാര്യം, അതിനു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ, ടീച്ചർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്. നിങ്ങളാണത് പറഞ്ഞത്, നിങ്ങളുടെ ഹാൻഡുകൾ ഇത് പ്രചരിപ്പിച്ചു, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചു, വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു, സെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. അതിന് കാരണം അതിനു മുമ്പ് തന്നെ KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശൈലജ ടീച്ചറെ കോവിഡ് റാണി എന്ന് വിളിച്ചിരുന്നു. അതുപോലുള്ള വലിയ പ്രചരണങ്ങൾ ശൈലജ ടീച്ചറിനെതിരെ പേഴ്സണലി നടന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ശൈലജ ടീച്ചറിനെ തോപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ, ലീഗിന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായതുകൊണ്ട് നിങ്ങൾ ഏതറ്റം വരെ പോയി കാണാം എന്നുള്ള അനുമാനത്തിലാണ് അത് പറയുന്നതെന്നാണ് ഞാൻ കരുതാക്കുന്നത്. അത് രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം. അല്ലാതെ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം കൂടെ വരുമ്പം നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരും. ഇതിന്റെ സത്യാവസ്ഥയിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ അത് കോടതി പോയി ആർഗ്യുമെന്റ് നടത്തുന്ന പോലെ തന്നെ ആയിരിക്കും എന്നാണ്, ഈ ട്രയൽ നടത്തി കൺക്ലൂഡ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും കാര്യം. അത്രത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അത്രയും ടേക്കേഴ്സ് ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യത്തിന് ഇവൻ എന്താ ഈ പറയുന്നതെന്ന് ആൾക്കാർക്ക് തോന്നാം.
ഇതിന് മറുപടി ഉണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ മറുപടി. നമുക്കുള്ള മറുപടി ഈ അന്വേഷണം തീരട്ടെ. അന്വേഷണം തീരുമ്പം എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു CPM കാരനെ വിളിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ പറയും ഇത് മോശമായിപ്പോയി, ഈ പരിപാടി ഈ വൃത്തികേട് ഈ സംസ്ഥാനത്തോട് ചെയ്യരുതായിരുന്നു. ഈ ആ CPM കാരനാ ചെയ്തിരിക്കുന്നെങ്കിൽ പറയും ഈ പാർട്ടിയോട് അത് ചെയ്യരുതായിരുന്നു. ഇതുപോലെ തന്നെ അപ്പുറത്തോട്ടും അത് തന്നെ പറയാം. നിവർത്തിയില്ല. കാരണം AKG സെന്ററിന്റെ വിഷയം ഇതുപോലെ കണ്ടെത്തിയതിന്റെ അന്ന് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വരാൻ വയ്യ. കാരണം അവരാണല്ലോ പിടിക്കപ്പെട്ടത്, അവർ വരില്ല. അപ്പോഴേ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ. ഇപ്പുറത്തെ CPM കാരൻ മാത്രമേ ഉണ്ടാവും, ഉണ്ടാവില്ല. വസന്ത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വസന്ത്, അങ്ങനെ ഒരു ചർച്ച ഭാവിയിൽ ഉണ്ടാവുകയാണ്. ഇന്നേ വസന്ത് ഈ ചർച്ചയിലൂടെ പ്രേക്ഷകരോട് പറയണം, ഞങ്ങൾ അന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസിൽ നിന്ന് ആര് വന്നില്ലെങ്കിലും ഞാൻ വരും എന്ന് വസന്ത് ഇവിടെ ഒരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചേക്ക്. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ മുൻ അനുഭവങ്ങൾ, AKG സെന്റർ വിഷയം, സന്ദീപാനന്ദഗിരിയുടെ വിഷയം, അതുപോലുള്ള പല വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ വാദങ്ങളൊക്കെ പിന്നീട് പൊളിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത് ഇവിടെയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് അർത്ഥമില്ല. ഡോക്ടർ ലാൽ, കൈരളി സംഘടിപ്പിച്ച AKG സെന്റർ കേസിലെ പ്രതിയെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ദിവസം വൈകിട്ട് 8 മണി തൊട്ട് 9 മണി വരെ കൈരളി സംഘടിപ്പിച്ച ശ്രീ ശരത് ചന്ദ്രൻ ഹോസ്റ്റ് ചെയ്ത ചർച്ചയിൽ അഡ്വക്കേറ്റ് ലാൽകുമാറിനൊപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയായി അന്ന് പങ്കെടുത്ത ആളുടെ പേര് അഡ്വക്കേറ്റ് വസന്ത് സിറിയക് എന്ന് തന്നെയാണ് നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ട്. അന്ന് വളരെ അങ്ങനെയാണെങ്കിൽ വസന്തിനെ ഞാൻ അനുമോദിക്കുന്നു. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആളെ കിട്ടാറില്ല, കോൺഗ്രസ് വരാറില്ല, അതുകൊണ്ടാണ്. അല്ലല്ല, കേക്കൂ, അന്ന് KPCC നിന്ന് ഇന്ന് എങ്ങനെയാണോ KPCC ഒരു പ്രയാസങ്ങൾക്ക് ഉണ്ടാവില്ല. ശ്രീ ലാൽകുമാറിനെന്നറിയാം. ഞാൻ അന്ന് ആ പ്രതിയെ പൂർണ്ണാർത്ഥത്തിൽ ഞാനും പ്രസ്ഥാനത്തിന് വേണ്ടി ഞാനന്ന് തള്ളി പറയുകയാണ് ചെയ്തത്. ഇതാ ഇപ്പോൾ ഞാൻ വാക്ക് പറയുന്നു, ഇതിന്റെ ഏതെങ്കിലും മറ്റത്ത് ലീഗിന്റെയോ KSUവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അവസാനം വരെ തള്ളി പറയുന്നതിൽ ഞങ്ങൾക്ക് മടിയില്ല, വ്യക്തിപരമായി എനിക്കും മടിയില്ല. അതാണ് വേണ്ടത്. അതല്ലാതെ വേറെ വഴിയില്ല എന്ന് ലിജീഷ് പറയുന്നിടത്ത് കാര്യമുണ്ട്. എന്നാലും അതാണ് വേണ്ടത്. പക്ഷെ അന്ന് വരെ നമ്മൾ ക്ഷമിക്കണം. അതുവരെ നമ്മൾ CPM-ന്റെ തലയിൽ ഇത് ഇരിക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുവരെ CPM-ന്റെ തലയിലേക്ക് ഈ കാര്യങ്ങൾ പ്രതിയാണോ? അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഈ വിഷയത്തിൽ നമുക്കറിയാം ആദ്യം പരാതി നൽകിയത് LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെയാണ്. ഇതുപോലുള്ള നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതുവരെ ക്ഷമിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഈ കാര്യത്തിൽ CPM-ന്റെ നേരെ കുറേ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് കുറേ പുകമറയുണ്ടാക്കി അവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായി പോലീസിൻ്റെ കണ്ടുപിടുത്തം വന്ന് കോടതിയുടെ ഒരു കൃത്യമായ വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വരെ കാത്തിരിക്കുക എന്ന അവരുടെ ഒരു രീതി ഉണ്ടല്ലോ. അതല്ലേ നമുക്ക് വേണ്ടത്. എല്ലാ വിഷയത്തിലും നമ്മൾ അതല്ലേ സ്വീകരിക്കുന്നത്. അതുവരെ കാത്തിരിക്കാൻ തയ്യാറാകാതെ ലാൽകുമാർ നേരത്തെ പറഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് സംഗതികളെ വല്ലാതെ കുഴക്കി മറിക്കില്ലേ? അതിന്റെ ഉത്തരം ഇതാണ്. നോക്കൂ, ഇങ്ങനൊരു പരാമർശവും ഇങ്ങനൊരു സ്ക്രീൻഷോട്ടും പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അത് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തത് നിലവിൽ റിബേഷ് ആണല്ലോ, അതുപോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് എർത്ത് പുറപ്പെട്ട് എടുത്ത് ചാടി UDF-ന് മേൽ ആരോപണവുമായി ഇറങ്ങിയത് KK ശൈലജയും ഗോവിന്ദൻ MV ഗോവിന്ദനും അടക്കമുള്ള LDF-ന്റെ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് പകരമാണോ നിങ്ങളുടെ വാദം? നിങ്ങൾ പകരത്തിന് പകരം പറയുന്ന വാദം മാത്രമേ ഉള്ളൂ. CPM-നോട് ശരിക്കും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ CPM ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വാസമില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും അതിന് CPM ഭരിക്കുന്ന പോലീസ് തന്നെ ഒരു ലെഫ്റ്റ് ടേൺ അടിക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിരോധിക്കപ്പെടും. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി റിബേഷ് അതിന് നമുക്ക് പറയാറായില്ലല്ലോ. പോലീസ് അതിൽ നിന്ന് യു ടേൺ അടിക്കുന്നു എന്ന് പറയാറായിട്ടില്ലല്ലോ. പോലീസ് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത പിണറായിയുടെ പോലീസ് ഈ കാര്യം കണ്ടെത്തിയത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായ കാര്യമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? അല്ലെ, കണ്ടെത്തട്ടെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വീണ് കഴിഞ്ഞു, അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ പറയുന്നത്, ഇനി ഈ പാർട്ടി ഇത്രയും പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ റിബേഷ് ആണ് പറയേണ്ടത് അത് എവിടെ നിന്നാണ് കിട്ടിയത്. അത് കിട്ടിയതിന്റെ സോഴ്സ് റിബേഷ് പറഞ്ഞാൽ സ്വാഭാവികമായി അതിന് വേണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാൻ സാധിക്കുമായിരിക്കും. അത് പറയുകയും തെളിയിക്കുകയും ചെയ്യേണ്ടത്
അതിന്റെ ധാർമ്മിക അതെ, അതുവരെ നിങ്ങൾ കാണിക്കേണ്ടത് എന്ത് മര്യാദയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അതുവരെ നിങ്ങൾ കാണിക്കേണ്ടത് എന്താണ്? എല്ലാ ദിവസവും CPM ആണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. CPM-ന്റെ രാഷ്ട്രീയം അങ്ങനെയല്ലല്ലോ. ആളുകൾക്ക് അറിയാവുന്ന വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ടല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കുറെ തെളിവുകൾ ഉണ്ട് താനും നിങ്ങൾക്കെതിരെ. കെ ശൈലജ ഇലക്ഷന്റെ ദിവസം തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ? അതിന്റെ അത് ഇതുവരെ ഒരു ലെഫ്റ്റ് ഹാൻഡും ഒരു റൈറ്റ് ഹാൻഡും അടിച്ചിട്ടില്ലല്ലോ. ഒരു തെളിവുമില്ലാതെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചു പോയില്ലേ? അതിനെപ്പറ്റി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞില്ലേ? ഇതുവരെ അതില്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ എന്റെ സഹപാനലിസ്റ്റ് ലിജീഷ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞത്? എന്തിനെങ്കിലും തെളിവുണ്ടോ? ഞങ്ങളുടെ അക്കാര്യത്തിൽ ആരാണ് അവിടെയും നിങ്ങൾ തെറ്റുകാർക്കെതിരെ നടപടിയെടുത്ത് നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിതാ ഇപ്പോൾ AK സെന്ററിന്റെ കാര്യം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഏറ്റവും അവസാനം ചർച്ചയിൽ വന്ന് തള്ളി പറഞ്ഞു വസന്ത്. ഇതുപോലെ അന്ന് അത് ആദ്യമേ ചെയ്തിരുന്നെങ്കിലോ? ആദ്യമേ തന്നെ ഈ ആരോപണം വന്നപ്പോൾ തന്നെ അവരെ തള്ളി പറഞ്ഞിരുന്നെങ്കിലോ? ഇതുപോലെ ഓരോ ഘട്ടത്തിൽ നിങ്ങളും ചെയ്യണ്ടേ? അല്ലല്ല, CPM ചെയ്തോ? റിബേഷിനെ തള്ളി പറഞ്ഞോ? റിബേഷിനോട് പറഞ്ഞോ ഇത് എവിടുന്നാണ് കിട്ടിയത്? റിബേഷ് തെറ്റ് ചെയ്തില്ലല്ലോ. റിബേഷിന് കിട്ടിയ കാര്യത്തെ അത് റിബേഷ് നല്ല ഉദ്ദേശത്തോടു കൂടി അത് ഷെയർ ചെയ്യല്ലേ ചെയ്തത്? അല്ല, റിബേഷിന് എവിടുന്നാണ് കിട്ടിയെന്ന് പറഞ്ഞ അത് പോലീസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. പോലീസിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് എന്താണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ. ശരി ലിജീഷ് മറുപടി, അതിനൊരു മറുപടി ചുരുക്കി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് തുടക്കം മുതൽ വർഗീയപരമായ ചേരിതുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് UDF ആണ്. അതിന്റെ നിരവധിയായ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തുടക്കത്തിലേ ഞാൻ സൂചിപ്പിച്ചത്. അവിടെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ നടത്തി, അതുപോലെ തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, എങ്ങനെയെല്ലാം ചേരിതിരിക്കാമോ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. അതിന്റെ ഏറ്റവും അവസാനമാണ് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തയ്യാറാവാതിരുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഗുണഭോക്താക്കളെല്ലാം അതിന്റെ ഭാഗമായി അയാളുടെ ഭാഗമായി ലഭിച്ചതിന് ശേഷമാണ് തള്ളിപ്പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ കാപ്പർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത് LDF ആണ്. ആ LDF-ന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം പൂർത്തീകരിക്കും ഈ കേരളത്തിലെ ഗവൺമെന്റ്. യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരും. അല്ലാതെ ഈ കേസിനകത്ത് സാക്ഷികളായി ഉൾപ്പെടുത്തുന്നവരെല്ലാം പ്രതികളായി അങ്ങ് പറഞ്ഞു നടന്ന് വ്യാപകമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് UDF ചെയ്യുന്നത്. അതിനാണ് ശാസ്ത്രീയപരമായ പരിശോധന ഉൾപ്പെടെ നടക്കുന്നത്. അത് നടക്കട്ടെ, നിങ്ങൾ ധൃതി പിടിക്കണ്ട, അതിന് പരിധി വെക്കണ്ട. അതിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാനുള്ള നട്ടലും ചങ്കൂറ്റവും എല്ലാം കേരളത്തിനകത്തെ LDF-ന്റെ ഗവൺമെന്റിനുണ്ട്. അത് പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവന്നാൽ ചാനൽ ചർച്ചയിൽ വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു പോകാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ രീതിയും ശൈലിയും അതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം അതാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി, N. ലാൽകുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ UDF-ന്റെ പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിൽ LDF-നെ അധിക്ഷേപിക്കാനും മുൾമുനയിൽ നിർത്താനും ശ്രമിക്കുന്നത് ഈ ചില ഹാൻഡിലുകളുടെ പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണല്ലോ. അത് CPM-ന്റെ പേര് ഉൾപ്പെടെ ഉണ്ടാകാം, അല്ലെങ്കിൽ പോരാളി ഷാജിയെ പോലെയുള്ള ആളുകളുടെ പേരൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ വച്ചിട്ടാണ്. പക്ഷെ അതൊക്കെ മാത്രം വെച്ച് CPM-ന്റെ നേതാക്കളായ KK ശൈലജ ടീച്ചർ ഉൾപ്പെടെ ഉള്ളവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഇങ്ങനെ പ്രചരണം നടത്തുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ താങ്കൾ നേരത്തെ ഉപയോഗിച്ച പ്രിമച്വർ എന്ന വാക്കല്ലേ പറയേണ്ടത്? നിശ്ചയമായും അതെ. നോക്കൂ, ഇപ്പം വസന്ത് എന്ന് പറഞ്ഞൊരാൾ, അല്ലെങ്കിൽ മറ്റൊരാൾ, കോൺഗ്രസിൻ്റെ ഒരാൾ, ലാൽകുമാർ എന്നൊരാൾ, ഇവർക്കൊക്കെ തലയുള്ള ആൾക്കാരാണ്. തല മീൻസ് ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി ഇല്ലാത്ത പോരാളി ഷാജി പറഞ്ഞു. പോരാളി ഷാജി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് വേണം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ത് വേണം? അതിനൊന്നും മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം എവിടെയോ ഏതോ ഒരു നാട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തേലുമൊക്കെ കാര്യങ്ങൾ എഴുതി വിടും. ആ കാര്യങ്ങൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ അതിന് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് അവരോട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി പറയുക കോൺഗ്രസ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ സംസാരിക്കും. VD സതീശൻ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്ററെതിരെ സംസാരിക്കും. അല്ലെ നാളെ രാവിലത്തെ പ്രസ്താവന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്താവന പോരാളി ഷാജിക്കെതിരെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ അങ്ങനെ ഫോളോവേഴ്സുള്ള 5-6 ലക്ഷം ഫോളോവേഴ്സുള്ള ഇങ്ങനെയുള്ള ഹാൻഡിലുകൾ കോൺഗ്രസിൻ്റെ അനുഭാവപൂർവ്വം പറയുന്നതും CPM-നും BJP-ക്കും ഒക്കെ അനുഭാവപൂർവ്വം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഉണ്ടാക്കി വിടുന്ന അപകടം, അത് കള്ളത്തരത്തിലുള്ള ഒരാൾ, എവിടെയോ ഇരിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ നമുക്കിതിനെ ഹൗ ക്യാൻ യു നിപ്പ് ഇറ്റ് ഫ്രം ദ ബഡ്?
ഇതിനകത്തെ ഡേഞ്ചർ ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ പാർട്ടിപരമായ ഒരു ഡേഞ്ചർ അല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനാണ്. അത് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എളുപ്പമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ നമുക്ക് നടത്താൻ പറ്റും. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വർഗീയത എന്ന് പറയുന്ന അപകടമാണ്. അത് സസൂക്ഷ്മം നമ്മൾ നോക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒക്കെ ഈ വിഷയം ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും കൂടെ ആലോചിക്കേണ്ട ഒരു ഘട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഒരാളിലേക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എങ്കിൽ ആരെ പിടിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ, ഡിലേഡ് ആണെങ്കിൽ പോലും that person will be sent behind the bars എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പോലീസിൻ്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടിയത് നൽകുന്ന സൂചനയും അതുതന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തിലും അതുവരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയാണ് പ്രതിപക്ഷവും കാണിക്കേണ്ടത്, അല്ലെങ്കിൽ CPM-ൻ്റെ എതിർപക്ഷവും കാട്ടേണ്ടത്. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയത്തെ മലീമസമാക്കുകയും കൂടുതൽ വർഗീയ കലുഷിതമാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകുന്നത് കൊണ്ട് അർത്ഥമില്ല. ശൈലജ ടീച്ചറെ പോലെ ഒരു നേതാവിനെ, ടീച്ചറമ്മ എന്ന ആ പേര് ആരെങ്കിലും കൽപ്പിച്ചു കൊടുത്ത് ഉണ്ടാക്കിയതല്ല, അത് അറിഞ്ഞുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ ആ പേരിനെ അശ്ലീല ചുവയോടുകൂടി സമീപിക്കാനുള്ള തുടക്കമിട്ട് കൊടുത്തത് ചില നേതാക്കളുടെ തന്നെ ചില പ്രസ്താവനകളും പ്രയോഗങ്ങളുമാണ് എന്നത് നമ്മൾ കണ്ടതാണ്. അത് കാണുന്നവർ പിന്നീട് ഇപ്പോഴുണ്ടാകുന്ന വിഷയങ്ങളും അത്ര നിഷ്കളങ്കമാണെന്ന് കരുതില്ല. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് ലിജീഷ്, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.